കുറച്ച് നാളുകൾക്ക് മുമ്പ് കോൺഗ്രസിലെ യുവ എം എൽ എക്കെതിരെ ഒരു ലൈംഗിക ആരോപണത്തെക്കുറിച്ചുള്ള ചർച്ച ഒരുവിധ എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. ഒരു മാധ്യമ പ്രവർത്തകയുമായിട്ട് അദ്ദേഹത്തിന് ഒരു മോശം ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കോണുകളിലുള്ള ചർച്ചകൾ, ഇതേ ആളെക്കുറിച്ച് അതിനു മുൻപ് പരാതി പറഞ്ഞ സ്ത്രീകൾ അവരുടെ തുറന്നെഴുത്തുകൾ, അങ്ങനെ പല രീതിയിൽ ആ യുവ എം എൽ എ കുറിച്ചുള്ള ചർച്ചകൾ നമുക്കിടയിലുണ്ടായിരുന്നതാണ്. പിന്നെ അദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞത് അവൻ സ്ഥിരം കോഴിയാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് അവരും പറഞ്ഞത്. ഒരു വേള ഒരു മാധ്യമത്തിൻ്റെ 8 മണിക്കത്തെ ചർച്ചയിൽ BJP നേതാവുമായിട്ട് ഈ യുവ നേതാവ് കൊമ്പ് കോർക്കുന്ന ഘട്ടത്തിൽ BJP നേതാവ് തന്നെ പരസ്യമായിട്ട് ചോദിക്കുന്നുണ്ട്, നീ കോഴിയല്ലടാ, നീ കോഴി, എന്നിട്ട് നീ എന്നെക്കുറിച്ച് അധിക്ഷേപ പരാമർശം നടത്താൻ വരുന്നു, നീ കോഴിയല്ലേ, നിന്നെക്കുറിച്ച് നാട്ടുകാർക്ക് മുഴുവൻ അറിയില്ലേ എന്ന് പറഞ്ഞ സാധനം ഈ യുവ നേതാവിനെതിരെ മാധ്യമപ്രവർത്തകയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്ന ഘട്ടത്തിൽ പല വീഡിയോയ്ക്ക് താഴെയും ചില ആളുകൾ ആ വീഡിയോ ക്ലിപ്പും കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കമൻസ് ആയിട്ട്. അപ്പോൾ അതേ യുവ എം എൽ എക്കെതിരെ പുതിയ ആരോപണവുമായിട്ട് ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് കൂടുതൽ ആളുകൾ രംഗത്തിൽ വരുന്നതാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു ലേഡി, അവർ ഈ യുവ എം എൽ എയുടെ പേര് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. നമുക്ക് ആ വാർത്ത ഒന്ന് ആദ്യം വായിക്കാം. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: തികഞ്ഞ രാഷ്ട്രീയ മാലിന്യം. ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ വാക്കാണ് അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണ് എന്ന്. ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഗുണങ്ങളോ ഒരു രാഷ്ട്രീയ നേതാവിനുണ്ടാകേണ്ട സവിശേഷ സ്വഭാവമോ ഇല്ലാത്ത ഒരു വ്യക്തി എന്നതാണ് അവർ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തികഞ്ഞ രാഷ്ട്രീയ മാലിന്യം എന്ന്. ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചുകൊണ്ടാണ് ആദ്യം ഇൻബോക്സിലെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, പാലക്കാട് നിന്നുള്ള യുവ എം എൽ എ ആണ് കോൺഗ്രസിൻ്റെ, അദ്ദേഹത്തിനെതിരെയാണ് ഹണി ഭാസ്കർ എന്ന് പറയുന്ന ലേഡി എഴുതിയ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള വാർത്ത വന്നിരിക്കുന്നത്. യുവ കോൺഗ്രസ് നേതാവിനെതിരെ നടിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. തന്നോട് മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുൻ മാധ്യമ പ്രവർത്തകയും നടിയുമായ റിനി ആൻഡ് ജോർജ് ആണ് ഇന്നലെ എത്തിയത്. അതായത് ഈ യുവ നേതാവ് അവരോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ അവർ മാധ്യമങ്ങൾക്ക് ബൈറ്റൊക്കെ കൊടുത്തിരുന്നു. ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായിരിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുമുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് എഴുത്തുകാരിയായ ഹണി ഭാസ്കരൻ. ശ്രീലങ്കയ്ക്ക് യാത്ര പോയ തനിക്ക് മെസ്സേജ് അയച്ചു എന്നും അതിനുശേഷം മെസ്സേജുകളുടെ തുടർച്ച അവിടെ കണ്ടുവെന്നും ഇവർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്കറിയാമെന്നും പേടിച്ചിട്ടാണ് പലരും പരാതി നൽകാൻ തയ്യാറാകാത്തതെന്നും ഹണി ഭാസ്കർ പറയുന്നു. ഇരകളിൽ പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പലിന് പരാതി നൽകിയിട്ടുണ്ട് എന്നും ഇവരിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് എന്നും എന്നാൽ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഷാഫി പറമ്പൽ സ്വീകരിച്ചതെന്നും ഹണി ഭാസ്കർ പറയുന്നു. അതായത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദാസനും വിജയനും എന്നറിയപ്പെടുന്ന രീതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയ്ക്ക് മാറിയപ്പോൾ പാലക്കാട് വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് നേരെ ഏൽപ്പിച്ചത് ദാസൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും വനിതകളും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പരാതി ഷാഫി പറമ്പലിനോട് പറഞ്ഞു. പക്ഷേ ഷാഫി പറമ്പിൽ ആ പരാതിയെല്ലാം അവഗണിക്കുകയാണ് ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പരാതി പറഞ്ഞതിൽ പല യുവ വനിതാ നേതാക്കളെ, കോൺഗ്രസിനകത്ത് തന്നെയുള്ള യുവ വനിതാ നേതാക്കൾ കൂടി ഉണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടി ഈ ഹണി ഭാസ്കർ വെളിപ്പെടുത്തുന്നുണ്ട്. രാഹുലിനെ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യം എന്ന് വിശേഷിപ്പിച്ച ഹണി ഭാസ്കർ വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് അയാളുടെ കൂടെ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്നും തുറന്നടിച്ചിട്ടുണ്ട്. യുവ നേതാവിനെതിരായ വെളിപ്പെടുത്തൽ ഈ കോൺഗ്രസ് നേതൃത്വം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇതിനെതിരെ DYFI തന്നെ പ്രതികരിച്ചത്. ഇനി ഈ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്നാണ് അവർ ആ പോസ്റ്റിന് കൊടുത്ത തലക്കെട്ട്. നിങ്ങളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പെൺവിഷയങ്ങളുമായി വാർത്തകൾ വരും വരെയും എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഒന്നും തന്നെ അറിയില്ല. അതുവരേക്കും രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഒട്ടും മാതൃകാപരമല്ലാത്ത പ്രവൃത്തികളെക്കുറിച്ചല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ധാരണകളും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓരോ യാത്ര പോയി വരുമ്പോഴും യാത്രാ സ്നേഹികളായ മനുഷ്യർ ആ യാത്രയെക്കുറിച്ചും നാടിനെക്കുറിച്ചും യാത്ര പോകാനായി വിവരങ്ങൾ തിരക്കി എപ്പോഴും വരാറുണ്ട്. ഞാൻ പറയാറുമുണ്ട്, രാഷ്ട്രീയത്തിൽ ആജീവനാന്തകാല ശത്രുക്കൾ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും ഇല്ലാതിരിക്കെ അതൊക്കെയും വിയോജിപ്പുകളായി കാണുന്ന ഞാൻ
ഇതര രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ എന്നോട് മിണ്ടാൻ വന്നാൽ ഉടനെ അതെടുത്ത് അയാൾക്കെതിരെ പോസ്റ്റിട്ട് അധിക്ഷേപിക്കാൻ മെനക്കിടുന്ന വ്യക്തിയല്ല. രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും മാന്യരായി ഇടപെടുന്ന മനുഷ്യരോട് മാന്യതയോടെ ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ ശരി ബോധ്യം. ഈ ജൂൺ 9 ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയം നിങ്ങളന്ന് എൻ്റെ ഇൻസ്റ്റാ മെസ്സഞ്ചറിൽ ആദ്യമായി വന്നു. എൻ്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ തുടക്കം. യാത്രയുടെ ഡീറ്റെയിൽസ് തിരക്കിക്കൊണ്ട് ശ്രീലങ്ക പോകാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുൻവിധികളും ഇല്ലാതെ നിങ്ങൾക്ക് ഞാൻ അത് വിശദീകരിക്കുകയും ചെയ്തു. ശേഷം നിങ്ങൾ നിലമ്പൂർ ഇലക്ഷനെക്കുറിച്ച് ഇടത് സ്ഥാനാർത്ഥി തോൽക്കും എന്ന് ബെറ്റും വെച്ച് പോയി. രാവിലെ നോക്കിയപ്പോൾ നിങ്ങളുടെ മെസ്സേജുകളുടെ തുടർച്ച കണ്ടു. ചാറ്റ് നിർത്താൻ തനിക്ക് ഉദ്ദേശം ഇല്ല എന്ന് അതിൽ നിന്നും എനിക്ക് കോഴിക്കാട്ടം മണത്തതിനാൽ നിങ്ങൾക്ക് റിപ്ലൈ തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല. ഞാൻ മറുപടി തരാത്തത് കൊണ്ട് ആ ചാറ്റ് അവിടെ അവസാനിച്ചു. നിങ്ങളുമായുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു. പല വിധത്തിൽ നിങ്ങളുടെ ചൂഷണ ശ്രമങ്ങളെ നേരിട്ട സ്ത്രീകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കെ അന്നത്തെ എൻ്റെ ധാരണ തെറ്റിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നെങ്കിലും മാന്യമായി നടന്ന ഒരു സംഭാഷണത്തെക്കുറിച്ച് അധിക്ഷേപിക്കാൻ ഞാൻ മുതിർന്നില്ല. പക്ഷേ ഇന്നലെയാണ് ഞാൻ നിങ്ങൾ എന്നോട് ചാറ്റ് നടത്തിയതിൻ്റെ പിന്നിലെ അശ്ലീല കഥ അറിയുന്നത്. അതും യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ ചങ്കുകളിൽ ഒരാൾ വഴി. എത്രമാത്രം തരം താഴ്ന്ന ഒരുത്തൻ ആണ് എന്ന്. ഈ പോസ്റ്റിൻ്റെ കാരണവും അതാണ്. നിങ്ങൾ ആ സംഭാഷണത്തെക്കുറിച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങളുടെ അതേ വിശാല മനസ്കതയുള്ള കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് വന്ന് ചാറ്റ് ചെയ്തു എന്നും ഇത് പതിവാണെന്നുമാണ്. അതിലും എന്നെ ഞെട്ടിച്ച കാര്യം ആ കോഴിക്കാട്ടങ്ങൾക്ക് നടുവിലിരുന്നാണ് ആ സംഭാഷണങ്ങൾ നിങ്ങൾ നടത്തിയത് എന്ന് സത്യമാണ്. നിങ്ങൾ എന്തെഴുതി എന്നോ ആര് സംഭാഷണത്തിന് ആദ്യം വന്നുവെന്നോ ആ കോഴിക്കാട്ടങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞതും വിശ്വസിച്ച് കോഴിക്കാട്ടങ്ങളിലെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ നിങ്ങളുടെ തോളിൽ നിരന്തരം കൈയിട്ട് നടക്കുന്ന നേതാവ് എൻ്റെ ഒരു സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ വ്യക്തി കിൻഡൽ കണക്കിന് തിരിച്ച് മറുപടിയും കൊടുത്തു. നിങ്ങളുടെ അതേ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളായിട്ട് പോലും നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയ മാലിന്യത്തോട് മാലിന്യമാണ് എന്നറിഞ്ഞിട്ട് കൂട്ടുകൂടാൻ ക്യൂ നിൽക്കാൻ മാത്രം അധപ്പതിച്ചിട്ടില്ല എൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്ന് തന്നെ മറുപടി നൽകി. സ്ത്രീകളോട് അങ്ങോട്ട് പോയി മിണ്ടി അവരുമായുള്ള സംഭാഷണങ്ങളെ പെർവേർട്ടുകൾക്ക് ഇടയിൽ മോശമായി ചിത്രീകരിച്ച ആളാകുന്ന നിങ്ങളിലെ സൈക്കോയെ ജനം അറിയേണ്ടതുണ്ട്. അതിനാണ് ഈ പോസ്റ്റ്. രാഷ്ട്രീയപരമായി നിങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പുകൾ എൻ്റെ വോളിൽ ഒരു ദയയും ഇല്ലാതെ കടുത്ത ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളിലെ വ്യാജനെക്കുറിച്ച് നിലമ്പൂർ ഇലക്ഷൻ പോസ്റ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ആ എന്നെക്കുറിച്ച് പോലും ഇമാതിരി വഷളത്തരം പറയാൻ ചെറിയ ഉളുപ്പൊന്നും പോരാ എട്ടുകാലി മമ്മുഞ്ഞെ. ആൾക്കൂട്ടങ്ങളിലിരുന്ന് സ്ത്രീകളെക്കുറിച്ച് ആഭാസം പറഞ്ഞ് ഇളിപ്പിച്ചിരിക്കുന്ന ഒരുത്തനെ കൂടി ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. നിങ്ങൾ അടുത്തിടപഴകിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ സ്ത്രീകളെ ഓർത്ത് ഭയവും സഹതാപവും തോന്നുന്നു. എന്തുമാത്രം അശ്ലീലങ്ങളാ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കൂട്ടങ്ങൾക്കിടയിൽ നിങ്ങളോട് നേരിട്ട് ഇടപെടുന്ന സ്ത്രീകളെക്കുറിച്ച് അപ്പോൾ പാടി നടന്നിട്ടുണ്ടാകും. നിങ്ങളോടൊപ്പം സ്വകാര്യത പങ്കിട്ട സ്ത്രീകൾ എന്തുമാത്രം ഭയന്നിട്ടാകും അതൊന്നും പുറത്തു പറയാതിരിക്കുന്നത് എന്ന് ഊഹിക്കാൻ പറ്റും. ഇന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പറഞ്ഞ കാര്യം നിങ്ങളടക്കമുള്ള യൂത്ത് കോൺഗ്രസിലെ സകല പെർവേർട്ടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഷാഫി പറമ്പിലിനുമുണ്ട് എന്നാണ്. നിയമസഭയിൽ പോയി സ്ത്രീകൾക്ക് വേണ്ടി വലിയ പ്രസംഗം നടത്തുന്നയാൾ യൂത്ത് കോൺഗ്രസിലെ സ്ത്രീലംബണന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത ഒരൊറ്റ പരാതി പോലും ഗവനിക്കാറില്ല എന്നാണ്. ആ സ്ത്രീ കൊടുത്ത പരാതി പോലും ഗവനിച്ചിട്ടില്ല എന്നാണ്. കോൺഗ്രസ് പ്രവർത്തകയായതുകൊണ്ട് മാത്രം അവർ എഴുതാതെ ഇരിക്കുന്നു എന്നാണ്. എത്ര ഗതികെട്ടിട്ടാവും ഈ തെമ്മാടി കൂട്ടത്തെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഒരു പീഡനം നടത്തിയവനേക്കാൾ അറപ്പ് തോന്നേണ്ടത് ഒരിക്കൽ മിണ്ടുകയോ വിശ്വസിച്ച് കൂടെ നടക്കുകയോ സ്വകാര്യത പങ്കിടുകയോ ചെയ്ത സ്ത്രീകളെക്കുറിച്ച് ആ സ്വകാര്യത പാടി നടക്കുകയോ തൻ്റെ മനോവൈകല്യം പോലെ കഥകൾ പടച്ചുവിടുകയോ ചെയ്യുന്ന ആഭാസന്മാരോടാണ്. ട്രോമയിലകപ്പെട്ട സ്ത്രീകൾക്ക് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കാത്ത വിധം ആ നിറം പിടിപ്പിച്ച കഥകൾ അവരെ നശിപ്പിച്ചു കളയും. അത്തരം ആൺകൂട്ടങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന അപകടം ചെറുതല്ല. അവർക്ക് മാപ്പില്ല, മാന്യതയുടെ മറുപടി അർഹിക്കുന്നില്ല. ഇങ്ങനെ നീണ്ടുപോകുന്നു അവരുടെ പോസ്റ്റ്. രാഹുൽ മാങ്കൂട്ടം നൽകിയിട്ടുള്ള ഈ ഹൃദയചിഹ്നമുള്ള പോസ്റ്റും അവർ പങ്കുവച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം അവരുടെ സ്റ്റോറിക്ക് കൊടുത്ത ഹൃദയചിഹ്നമുള്ള പോസ്റ്റാണ്. പിന്നീട് നടന്ന ചാറ്റുകളെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പോസ്റ്റുകളെല്ലാം അവർ പിൻവലിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഹണി ഭാസ്കർ എന്ന് പറയുന്ന എഴുത്തുകാരി അവരുമായിട്ട് ഈ യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള പല വനിതാ നേതാക്കളും അവരുടെ അടുത്ത് പരാതി പറഞ്ഞിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ അടുത്തും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ പരാതി പറഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള പ്രതികരണമോ അല്ലെങ്കിൽ ആ പരാതി ഒന്ന് ഗവനിക്കാൻ പോലും ഷാഫി പറമ്പിൽ തയ്യാറായില്ല എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ വരുന്നു. വി ഡി സതീശനടക്കം ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചിരുന്നയാൾ എന്ന നിലയിൽ ഇപ്പോൾ തുടരെ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പോകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ വിഷയവുമായിട്ട് ഇതിനു മുമ്പ് വന്ന വിഷയങ്ങളുമായിട്ട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം റിൻസി എന്ന് പറയുന്ന
മാധ്യമപ്രവർത്തക കൂടിയായിരുന്ന നടി വെളിപ്പെടുത്തിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹണി ഭാസ്കർ തുറന്നെഴുതിയിരിക്കുകയാണ് അവർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട അനുഭവവും അവരുടെ സുഹൃത്തുക്കൾക്കുണ്ടായ അനുഭവവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട്. എന്തായാലും കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയം വലിയ തോതിൽ ചർച്ചയായി മാറുകയാണ്.